ക്ലാസ് 10 ഫിസിക്സ് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾ നല്ലതുപോലെ വായിച്ചു നോക്കുക. ഇങ്ങനെ ഇലാബറേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പൊ എന്താണ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ മേലെന്നുള്ള ധാരണയിലൊന്നും നിൽക്കണ്ട, നല്ലോണം വായിച്ചു നോക്കുക, വായിച്ച് കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും അതിന്റെ റെപ്രസെന്റേഷൻ ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ വെച്ചിട്ട് എഴുതുക. അപ്പൊ വെലോസിറ്റി ആണെങ്കിൽ വി, സമയം ടി ആണെന്നുണ്ടെങ്കിൽ ഇല്ലേ, സമയത്തിനെ ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ടി ഈക്വൽ ഇത്ര എടുത്ത് എഴുതുക. അപ്പൊ അങ്ങനെ എടുത്ത് എഴുതുമ്പോൾ നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കട്ടെ. പ്രത്യേകിച്ച് സമയമൊക്കെ മിനിറ്റിൽ തരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. അതായത് ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അന്നേരം തന്നെ എഴുതി വെക്കുക, സെക്കൻഡിലേക്കൊക്കെ എഴുതുക. ദെൻ പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾ എഴുതി വെച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഇട്ടിരിക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും എടുത്ത് എഴുതി വെച്ച് അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യവും എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ഒരു ഓർമ്മ വരും, ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഇക്വേഷൻ ആണെന്നുള്ളൊരു ഓർമ്മ വരും കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ എടുത്തെഴുതുക. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് എഴുതണം? ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എന്താണ്? മാർക്കുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ എഴുതുമ്പോൾ അതിന് മാർക്കുള്ളതാണ്. അപ്പൊ ആ ഇക്വേഷൻ ഒക്കെ എപ്പോഴും ഒരു ബോക്സിലൊക്കെ എഴുതി ഇടാൻ വേണ്ടി കഴിവതും ശ്രദ്ധിക്കോട്ടോ, ശ്രമിക്കുക. ഇക്വേഷൻ ഒക്കെ എങ്ങനെയാണ്? ഒരു ബോക്സിൽ ആക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ദെൻ പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ഇല്ലേ. സബ്സ്റ്റിറ്റ്യൂഷനും മാർക്കുള്ളതാണ് കേട്ടോ. അപ്പൊ ഓരോരോ ക്വാണ്ടിറ്റീസും അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സ് ഉണ്ടല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്, അപ്പൊ അത് എന്താണോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. പിന്നെ റിസൾട്ട് എഴുതണം. മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടൊക്കെ റിസൾട്ട് എഴുതുക. റിസൾട്ട് എഴുതുമ്പോൾ ചുമ്മാ റിസൾട്ട് എഴുതി വെച്ചാൽ പോരാ, അതിന്റെ കൂടെ എന്തുണ്ടായിരിക്കണം? യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ആൻസർ ഇപ്പൊ 2 എന്ന് വന്നു, ഒരു വാല്യൂ വന്നു 2 ആണെന്നുണ്ടെങ്കിൽ വെറുതെ 2 എന്ന് എഴുതിയാൽ പോരാ, അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇപ്പൊ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ 2 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ അങ്ങനെ തന്നെ എഴുതിയിരിക്കണം. യൂണിറ്റിന് മാർക്ക് ഉണ്ട്. വെറുതെ 2 അല്ലെങ്കിൽ 3 നമ്പർ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കോടെ ഫുൾ മാർക്ക് കിട്ടില്ല. പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ ഫുൾ മാർക്ക് നഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങൾ ഇതാണ്. നിങ്ങൾ ധൃതി വെച്ച് എഴുതും, ആൻസർ ഒക്കെ ശരിയാണ്, എല്ലാവരോടും പറയും ആൻസർ ഒക്കെ ശരിയാണ്, പക്ഷെ യൂണിറ്റ് ഇല്ലെങ്കിൽ അവിടെ മാർക്ക് നഷ്ടപ്പെടും. അത് പ്രത്യേകം ഓർത്തോണം. ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷന് 1 മാർക്ക് ഉണ്ടായിരിക്കും, അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 മാർക്കായിരിക്കും, അതുപോലെ ആൻസർ വിത്ത് യൂണിറ്റിന് 1/2 മാർക്കായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. ഫുൾ മാർക്ക് പ്രോബ്ലംസിന് കിട്ടുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എക്സാം എഴുതുക. താങ്ക്